ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടും മുതലമടയുടെയും ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്കോടിൻ്റെ ഇപ്പോൾ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് കൊല്ലങ്കോട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ഇല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനും, ലോകത്ത് എവിടെ പോയാലും ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ഇപ്പോൾ കൊല്ലങ്കോട്ടിലെ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആലപ്പുഴയിലെ ബോട്ട് യാത്രയും അതിനോടൊക്കെ ആയിരിക്കും കമ്പം. ആലപ്പുഴയിലെ ഒരാളോട് ചോദിച്ചാൽ കൊല്ലങ്കോടുള്ള സീതാർകുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുണ്ടാകുക. ഇല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുക. അപ്പോൾ നമ്മൾക്ക് ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ കൊല്ലങ്കോടിനെ എടുത്തു കഴിഞ്ഞാൽ കൊല്ലങ്കോട് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് സീതാർകുണ്ട് എന്നായിരിക്കും പ്രത്യേകം എടുത്തു പറയുക. പക്ഷേ കൊല്ലങ്കോട് സീതാർകുണ്ട് മാത്രമല്ല, സീതാർകുണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വെള്ളച്ചാട്ടങ്ങൾ വേറെയുമുണ്ട്. സീതാർകുണ്ട്, വെള്ളരിമേട് വെള്ളച്ചാട്ടം, പലകപ്പാണ്ടി, നിന്നുതൂറ്റി, കോണകവാലി വെള്ളച്ചാട്ടം, ചുക്കരിയാൽ, ഇതൊക്കെയാണ് ഈ നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടങ്ങളിൽ കുറച്ച് പേരുകേട്ട വെള്ളച്ചാട്ടങ്ങൾ. ചെറുതും വലുതുമായിട്ടുള്ള ഇനിയും ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ ഒരു മലമ്പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഏതൊക്കെയാണ്, ഇല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ പറഞ്ഞ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ ഏകദേശം അടുത്തടുത്തായി തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് പോകുന്ന ഒരു സ്ഥലം, ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ചുക്കരിയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്. 2, 3, 4 വഴികളെല്ലാം തന്നെ കൊല്ലങ്കോട് നിന്നും ഇങ്ങോട്ടേക്ക് ഉണ്ട്. അതിലൊന്ന്, നിങ്ങൾ നണ്ടൻകഴായ എന്നുള്ള സ്ഥലത്ത് നിന്നും കള്ളിയമ്പാറ വന്ന് കള്ളിയമ്പാറയിൽ നിന്നും പലകപ്പാണ്ടി റോഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ചുക്കരിയാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. അതല്ലെങ്കിൽ കൊല്ലങ്കോട് നിന്നും കാമ്പറത്ത് ചള്ളയിലേക്ക് വരിക. കാമ്പറത്ത് ചള്ളയിൽ നിന്നും സ്നേഹമാശ്രമം റോഡിലൂടെ ചുള്ളിയാർ ഡാം വഴി ചുക്കരിയാലിലേക്ക് എത്താം. അതുമല്ലെങ്കിൽ നെടിമണി എന്നുള്ള സ്ഥലത്തെത്തി എടച്ചിറ റോഡ് വഴി നമ്മൾക്ക് കള്ളിയമ്പാറയിലെത്താം. കള്ളിയമ്പാറയിൽ നിന്നും പിന്നെയും പലകപ്പാണ്ടി റോഡിലൂടെ നമ്മൾക്ക് ഈ മേൽപ്പറഞ്ഞ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്ക് എത്താം. നിങ്ങൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ, എടച്ചിറ വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള അയ്യപ്പേട്ടൻ്റെ കട അതും കാണാം. കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും സീതാർകുണ്ടിനെ പോലെ തന്നെ അന്വേഷിക്കുന്ന മറ്റൊരു സ്ഥലമാണ് അയ്യപ്പേട്ടൻ്റെ കട. അതൊരു ഹോട്ടലാണ്. നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടുന്ന, ഊണും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഹോട്ടലാണ് അയ്യപ്പേട്ടൻ്റെ കട. നമ്മളിപ്പോൾ പോകുന്ന ഈ വഴി നണ്ടൻകഴായ വഴിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു നണ്ടൻകഴായ്, കള്ളിയമ്പാറ, പലകപ്പാണ്ടി, ആ ഒരു റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി ഏറ്റവും കാഠിന്യമുള്ള ഒരു വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സാഹസികമായിട്ടുള്ള ഒരു യാത്ര, ഒരു ഓഫ് റോഡ് ഡ്രൈവ്. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. കാരണം കുറച്ച് ഷോർട്ടസ്റ്റുമാണ്, കുറച്ച് അടുത്തുമാണ്, പക്ഷേ കുറച്ച് ദുർഘടമായിട്ടുള്ള ഒരു വഴി. നമ്മളുടെ സാധാരണ കാറോ അങ്ങനെയൊന്നും പോകില്ല, ജീപ്പ് തന്നെ വേണം. 4 വീൽ ജീപ്പുകൾ ഉണ്ടെങ്കിലേ ഈ വഴി പോകാൻ പറ്റുള്ളൂ. ഏതു വഴി പോയാലും നിങ്ങൾ കുറച്ച് ദൂരം നടക്കേണ്ടതോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതുവരെ എത്തുന്നത് വരയ്ക്കും നല്ല സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ പോകുന്ന ഭാഗങ്ങളിലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. വളരെ മനസ്സിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കിട്ടുക. ഇവിടെ നിന്ന് തന്നെ നമ്മൾക്ക് ആ മേൽപ്പറഞ്ഞ വെള്ളച്ചാട്ടങ്ങളെല്ലാം ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ ഇടതുവശത്തായി തന്നെ മനോഹരമായിട്ടുള്ള ഒരു കുളം കാണാം. നമ്മൾ ഏകദേശം കൊല്ലങ്കോട് നിന്നും 11 കിലോമീറ്ററോളം ദൂരമാണ് ഈ പറയുന്ന വാട്ടർഫാൾസ് ഉള്ളത്. ഇതെല്ലാം തന്നെ മുതലമട പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. നമ്മൾക്ക് അറിയാം, ഏഷ്യയിലെ തന്നെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മുതലമട.
ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മാമ്പഴം കയറ്റുമതി ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിറയെ ചെളി പുരണ്ടതും എന്ന് വെച്ചാൽ ടാറ് ഇടാത്ത കല്ലും ഒക്കെ ഉള്ള ദുർഘടമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളും എല്ലാമായിട്ടുള്ള ഒരു മലമ്പാത എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ നമ്മൾ കാറിലൊക്കെ വരികയാണെങ്കിൽ, ഈ ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ നമ്മൾ ഇതിനു മുൻപായി ഏതെങ്കിലും സ്ഥലത്ത് ഒരു പാർക്കിംഗ് സ്ഥലം നോക്കി അവിടെ വണ്ടി നിർത്തിയിട്ട് വേണം നടന്നു പോകാൻ. അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞ വഴികളിലൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ദൂരം, നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് അതുവരെ കാറിൽ പോകാം. അവിടെ നിന്നും കുറച്ച് മാത്രം നടന്നാൽ മതി. ഇവിടെ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വരും, കാരണം അത്രയും ദുർഘടം പിടിച്ച റോഡുകളാണ് ഇനിയുള്ളത്. മയില് ശരിക്കും അടിപൊളി. ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങൾ മാത്രമല്ല, അതിൽ മുഴുവൻ കല്ലും കട്ടയും ഒക്കെയാണ്. അതേമാതിരി തന്നെ വലിയ വലിയ വളവുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങിൽ അതീവ പ്രാവീണ്യമുള്ള ഒരു ഡ്രൈവർ ആയിരിക്കണം വണ്ടി ഓടിക്കുന്നത്. ജീപ്പ് ഓടിക്കുന്നതിൽ അത്രയും വിദഗ്ധനായിട്ടുള്ള ഒരു ഡ്രൈവർക്ക് മാത്രമേ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഡ്രൈവ് ചെയ്ത് എത്താൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കള്ളിയമ്പാറ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കള്ളിയമ്പാറയിലെ ഒരു ഫോറസ്റ്റ് ഓഫീസേഴ്സിന്, ഇല്ലെങ്കിൽ വനപാലകർക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരു ഷെഡാണ് നമ്മൾ കണ്ടത്. ഇതിനടുത്തുകൂടി തന്നെ നല്ലൊരു അരുവി, നല്ലൊരു തോട് പോകുന്നുണ്ട്. മലമുകളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ തോടിലൂടെ പോകുന്നത്. ഈ തോടിലൂടെ വെള്ളം പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുള്ളിയാർ ഡാമിലേക്കാണ് ഈ വെള്ളം പോയി പതിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പലകപ്പാണ്ടി എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം. ഇതേ റോഡിലൂടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് റോഡ് ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ചുക്കരിയാൽ എന്നുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. തീർത്തും വിജനമായിട്ടുള്ള ഒരു കാനനപാത, കാടിന് ഇടയിലൂടെ ഒരു യാത്ര, നല്ല രസകരമായിട്ടുള്ളൊരു യാത്ര. ഇടയ്ക്കിടയ്ക്ക് ആനപ്പിണ്ടങ്ങൾ കാണാം. നമ്മൾ ആ മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു പാറക്കെട്ടിലൂടെ ഇതൊന്ന് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ സാധാരണ ഇവിടെ വെള്ളം ഉണ്ടാവും, ഇപ്പം എന്തായാലും വെള്ളമില്ല നമുക്ക് എന്തായാലും. പക്ഷെ നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതല്ല. വെള്ളച്ചാട്ടം കുറച്ചും കൂടെ ഇത് അവിടെ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതാ അവിടെ കാണാം നമുക്ക് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. എന്തൊക്കെയോ ബോർഡും ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം.
രസമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇവിടെയൊക്കെ ഫെൻസിങ് ആണ്. ആന വരുന്നത് കൊണ്ട് ആന വരാതിരിക്കാനോ ആനയെ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള വന്യജീവി വകുപ്പ് എന്തൊക്കെയോ അപകട മുന്നറിയിപ്പ്. ഒന്നുമില്ല, വെള്ളച്ചാട്ടത്തിൽ കയറി നമ്മൾ ഇതാവരുത് എന്നൊക്കെയാണ്. വെള്ളച്ചാട്ടത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപകടകരമായ പാറക്കെട്ടുകൾ ജീവഹാനി ഉണ്ടാക്കുന്നു. അതിക്രമിച്ച് പ്രവേശിക്കുന്നവർ ശിക്ഷാർഹരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരുടെ നിയമങ്ങളൊന്നും നമ്മൾ തെറ്റിക്കാൻ പോകുന്നില്ല. നമ്മളതിൻ്റെ ആ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാഴ്ച കാണൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വനം വകുപ്പ് എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് നമ്മൾ കണ്ടു. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പ്രവേശനമില്ല, ശിക്ഷാർഹമാണ് എന്നെല്ലാം. ഇത് കണ്ടിട്ടും ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അത് ശിക്ഷാർഹം തന്നെയാണ്, അത് കുറ്റകരം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്തെങ്കിലും അപകടം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എഴുതി വയ്ക്കുന്നത്. കാരണം ഈയിടെയായിട്ട് തന്നെ ചില അത്യാഹിതങ്ങൾ അവിടെ നടന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ പ്രത്യേക സാഹചര്യം, ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യുന്നതും ഉരുൾപൊട്ടുന്നതുമൊക്കെ ആയിട്ടുള്ള ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അങ്ങനെ ഒരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നതും എല്ലാം. അതുകൊണ്ട് അത് പാലിക്കുക തന്നെ വേണം. നമ്മൾക്ക് ദൂരെ നിന്ന് ആസ്വദിക്കാം. ഇല്ലെങ്കിൽ അവരാരെങ്കിലും വനപാലകരുടെ ആരെങ്കിലും സെക്യൂരിറ്റി ഗാർഡോ ആരെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ തുണയോടുകൂടി നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ ആരുമില്ലാതെ നമ്മൾ തനിയെ ഒന്നും പോകുമ്പോൾ ഇത്തരം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവുകയോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയോ ചെയ്യരുത്. ചില ഭാഗങ്ങളിൽ ആന കടക്കാതിരിക്കാനാണ് വേലി ഇല്ലെങ്കിൽ ഫെൻസിങ് കെട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിന് കുറച്ച് മുൻപായി തന്നെ മനുഷ്യൻ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയും ചില ഫെൻസിങ്ങുകൾ ഉണ്ട്. അതൊന്നും മുറിച്ച് കടന്ന് അങ്ങോട്ടേക്ക് പോകാതിരിക്കുക, അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോയിലും ഒരുപാട് വീഡിയോകളിൽ പറയുന്നത് മാതിരി ഇവിടെയും പറയേണ്ടി വരുന്നു. ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അതേമാതിരി വേറെ എന്തെല്ലാമോ ഗ്ലാസുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടെയും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നവർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു അപേക്ഷയാണ്. ഇത് നമ്മളുടെ പരിസരം മലിനപ്പെടുത്തുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അവരോടുള്ള ഒരു അപേക്ഷയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ മാലിന്യങ്ങൾ ഇടരുത്. കല്ലും മലയും ഒക്കെ താണ്ടി കയറി വന്നതാണ്, അതുകൊണ്ട് ചെറിയ അറ്റകുറ്റപ്പണികൾ. അപ്പോൾ അത് നേരാക്കുന്ന തിരക്കിലാണ് മുകുന്ദൻ. എന്തായാലും നമ്മളെ കുറേ യാത്രകൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇതുവരെയും ചതിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും മുകുന്ദൻ അത് കൈകാര്യം ചെയ്യും. വണ്ടിയുടെ ചെറിയ തകരാറെല്ലാം നമ്മൾ ശരിയാക്കി അവിടെ നിന്നും വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ വന്നത് നണ്ടൻകഴായ വഴി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നത് വേറൊരു വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമ്പറത്ത് ചള്ള വഴിയാണ് നമ്മൾ തിരിച്ച് കൊല്ലങ്കോട്ടേക്ക് പോകുന്നത്. വന്ന വഴിയുടെ അത്രയും കഠിനമല്ലെങ്കിലും ഈ വഴിയും ലേശം കടുപ്പമുള്ളത് തന്നെയാണ്. ഇവിടെയും കല്ലും ഒക്കെ തന്നെയാണ്, വലിയ വലിയ കല്ല് അതൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് മാത്രം. ഇനിയുള്ളതെല്ലാം സ്ട്രെയിറ്റ് റോഡുകളാണ്, നല്ല റോഡുകളാണ്. ഈ ഒരു മരത്തണലും എല്ലാം കണ്ടപ്പോൾ കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി. ചുക്രിയാൽ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ ആന വരുന്നതിൻ്റെ ഒരു തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടയർ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഒരു ആനപ്പിണ്ടിയിലാണ്. അത് കഴിഞ്ഞാൽ ആന ചവിട്ടി കടന്നുപോയ ഫെൻസിങ് ആണ്. ഫെൻസിങ് വെച്ചിട്ടൊന്നും കാര്യമില്ല. ആനയ്ക്ക് അറിയില്ല അത് ഫെൻസിങ് ആണ്. മനുഷ്യൻ ഞാൻ കടക്കാതിരിക്കാൻ വെച്ചതാണെന്നൊന്നും ആനയ്ക്കറിയില്ല. ആന അതിനൊക്കെ ചവിട്ടി റെഡിയാക്കിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആനയോട് കളിക്കരുത്, അങ്ങനെയാണ്.
ഫ്രണ്ട്സ്, നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ പോകാനേ പറ്റിയുള്ളൂ. വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാനോ അങ്ങനെയുള്ള, കാരണം അത് സ്ട്രിക്ട്ലി ഇപ്പോൾ പ്രോഹിബിറ്റഡ് ആണ്, നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ആ ഒരു നിരോധനാജ്ഞ നമ്മൾ ലംഘിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണാൻ പക്ഷേ ഭയങ്കര രസമുണ്ട്. ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. ഓഫ് റോഡ് ഡ്രൈവിംഗ് ചെയ്തിട്ട് ഇവിടെ വരാം. ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അത് ആസ്വദിക്കുന്നവർക്കുമൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞു നമ്മൾ കാമ്പറത്ത് ചള്ള വഴിയാണ് യാത്ര എന്ന്. അപ്പോൾ നമ്മൾ ഈ വലതുവശത്തായിട്ട് കാണുന്നതാണ് ചുള്ളിയാർ ഡാം. അതിനടുത്ത് തന്നെ സ്നേഹം ആശ്രമം, ഇതെല്ലാം കാണാം. നമ്മൾക്ക് വിശപ്പ് വന്നു തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 1:45 സമയം. അപ്പോൾ നമ്മൾക്കിനി എന്തെങ്കിലും ഭക്ഷണവും കഴിക്കണം. അപ്പോൾ നേരെ നമ്മൾ കാമ്പറത്ത് ചള്ളയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. നമ്മൾ കാമ്പറത്ത് ചള്ളയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം. ഹോട്ടൽ തരകൻസ് എന്ന ഒരു കടയാണ് നമ്മൾ കാണുന്നത്. മുകുന്ദൻ പറഞ്ഞു ഇവിടെ നല്ല പൊറോട്ട കിട്ടുമെന്ന്. അല്ലാതെ തന്നെ മന്നാടിയാർ ബിരിയാണി, വറുത്തരച്ച ചിക്കൻ കറി എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്നു. ഈ ഒരു സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭക്ഷണം ഒരു വികാരമാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വികാരത്തിനെ വ്രണപ്പെടുത്തരുത്. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈലൊന്നും ഉപയോഗിച്ച് ആ വികാരത്തിനെ നിങ്ങൾ നശിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്ന് സാരം. ഫ്രണ്ട്സ്, മുകുന്ദൻ പറഞ്ഞതുപോലെ തന്നെ നല്ല പൊറോട്ട, നല്ല ഇറച്ചിക്കറി, നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം. ഹൃദ്യമായിരുന്നു ഈ ഒരു ഭക്ഷണം. അപ്പോൾ കൊല്ലങ്കോട് വന്നു കഴിഞ്ഞാൽ കൊല്ലങ്കോട് സീതാർകുണ്ട് വെള്ളച്ചാട്ടം, അയ്യപ്പേട്ടൻ്റെ കട, ഇതെല്ലാം കൂടാതെ വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒരു വെള്ളച്ചാട്ടത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു, ചുക്കരിയാൽ എന്നുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിനെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യമായിട്ടുള്ള ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.